ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു കിടിലൻ മോമോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആരെ ഉണ്ടാക്കണ വെച്ചാൽ ഷെറീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അതിനെ കുറിച്ച് ധാരണ ഇല്ല. അപ്പോ നമ്മൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കണം. പിന്നെ നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ റെസിപ്പി എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ നമ്മളെ രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് വെറൈറ്റി രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെറീനാണ് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത്. നമ്മൾ ക്യാമറ പിടിച്ച് കൊടുക്കുകയായിരിക്കും. ഓക്കെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാണാം. സോസ് എടുത്താണ് ചിക്കൻ മേടിക്കാനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെയാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. തക്കാളി, അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഷെറീനെ പറഞ്ഞു കൊടുക്കുന്നത്. തക്കാളി, സവാള, ക്യാരറ്റ്, പിന്നെ മല്ലി ചപ്പ്, ചിക്കന്, വെളുത്തുള്ളി, അതേപോലെ കുരുമുളക്, കാശ്മീരി ചില്ലിയാണ്, പിന്നെ വെളുത്തുള്ളി, പിന്നെ മുളക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിക്കനും അതേപോലെ തന്നെ ഈ തക്കാളി, ഈ മുളക്, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വേവിക്കണം. ഓക്കെ, അതിന് ഒരു ചട്ടി എടുക്കുക. എന്നിട്ട് ഈ ചിക്കനും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള അനുസരിച്ച് വെള്ളം എടുത്തിട്ട് പിന്നെ തക്കാളി ഇതിൻ്റെ കൂടെ തന്നെ ഇടയിൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാണ് വേണ്ടി. അപ്പോൾ തക്കാളി, മുളകും പിന്നെ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ഇടാണ് ചെയ്യേണ്ടത്. തക്കാളി ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കണം, തൊലി കളയാനുള്ള എളുപ്പത്തിന്. ഈ തക്കാളി ചട്ടണി ഉണ്ടാക്കാനുള്ളതാണ്, മോമോസിൻ്റെ ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി, അതുപോലെ വെളുത്തുള്ളി, മുളകൊക്കെ. ഇത് വേവിച്ചിട്ട് നമ്മൾ ബാക്കി പരിപാടി എന്തായിരിക്കും? ബാക്കി ഇതിൻ്റെ മാവ് ഉണ്ടാക്കാണ്ട് പൊതിക്ക് കുറച്ച് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കാശ്മീരി ഇല്ലല്ല, അത് ഇതിലല്ല, അത് സോസിലുള്ള. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം. ചിക്കൻ്റെ ആ സംഭവം വെച്ചോ. അപ്പോൾ ഇത് എത്ര മിനിറ്റ് വെക്കേണ്ടി വരും? ഇത് അങ്ങനൊന്നുമില്ല, ഇത് വേവാണ്. അപ്പോൾ നമ്മൾ തക്കാളി, ചിക്കന്, അതേപോലെ നമ്മുടെ മുളക്, കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി മാവ് കുഴക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബൗളിൽ നമ്മൾ മാവ് കുഴക്കണം. ഓക്കെ, പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാണ്ട് അത് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, മാവ് കുഴച്ചതിന് ശേഷം സെറ്റ് ചെയ്യണമെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ മാവ് ഇതിലിട്ടിട്ട് ജസ്റ്റ് വെള്ളം പറഞ്ഞൊന്ന് കുഴച്ചെടുക്കണം എന്ന് പറയാം. ഓക്കെ, ചപ്പാത്തി കുഴക്കണ പോലെ ഉപ്പും വെള്ളം ഇട്ടിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ മൈദയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിന് പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ബൗളാക്കാണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് മൊത്തം നമ്മൾ ചെറിയ ബൗളാക്കിയിട്ട് സെറ്റാക്കി വെക്കും. ബോളാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെക്കുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ഉണ്ടാക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ആ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ചിക്കനൊക്കെ വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് ചിക്കനും തക്കാളി, നമ്മുടെ സോസിന് വേണ്ടിയിട്ടുള്ള മറ്റേ മുളക്, അതുപോലെ വെളുത്തുള്ളി ഇതൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി വെക്കുക. പിന്നെ ഇത് ലാസ്റ്റ് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കണം. പിന്നെ മോമോസ് കഴിച്ച ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മോമോസ്. ഓക്കെ, ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഷെറീന് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാൻ ചെയ്ത് കൊടുക്കണം. അതെയോ? ഇതല്ലേ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ട്. ഒരാള് വലിയ ബുദ്ധിമുട്ട് നല്ല വേദന ഉണ്ട് കേട്ടോ. അല്ലേ ഞാൻ പറഞ്ഞ ഇതിന്റെ കൂടാണ്ട് ഇതാക്കി അറിയാത്ത പണിക്ക് നിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാട്ടോ. അയ്യോ, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട് ഗായ്സ്. കൈ അതിൻ്റെ ഉള്ളിലാണ് പെട്ടു. ഞാൻ ഇങ്ങനെ അമൃതത്തിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ഉള്ളിൽ പെട്ടപ്പോൾ നല്ല വേദന. അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മുടെ ക്യാരറ്റ് അറിയാണ്ട് ഇത് സോസിനുള്ളതാണ്. അയ്യാ, നെവർ അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് വുമൺ. കിച്ചണിൽ പണിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം.
നമ്മൾ ഓരോ സാമഗ്രികളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പണി പാടെന്ന് പറയാം. ഞാൻ അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ഇതാക്കിയടാ. സംഭവം വേദനയുണ്ട്. പക്ഷെ മോമോസ് കഴിക്കുമ്പോൾ ഈ വേദനകൾക്ക് മാറും, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഗൈസ്. നമ്മൾ ക്യാരറ്റ് ആണോ അറിയാൻ അറിയണോ? വേണ്ട വേണ്ട. ഓക്കെ അല്ല ഓക്കെ വേണ്ട വേണ്ട വേണ്ട, ഞാൻ ചെയ്തോളാം. പിന്നെ അങ്ങനല്ല, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഈ സാധനത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ അവിടെ പോയി അവിടെ ലോക്കായി, അവിടെയാണ് മുറി ആയത്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെയാണ് ഇതാക്കണ്ടേ. നൈസായിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ ക്രഷ് ആവണുണ്ടോ? ഓക്കെ മതി മതി മതി, ഓവറാകണ്ട. ലാസ്റ്റ് ജ്യൂസ് ആവും. ജ്യൂസ് കുടിക്കാം. സെറ്റായിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, നമ്മളിത് ഈ പാത്രത്തിലോട്ട് കൂട്ടി കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ചിക്കൻ്റെ എല്ലില്ലാത്ത കുറച്ച് പീസസ് ഇതിലോട്ട് ഇട്ടിട്ട് ഇത് നൈസായിട്ട് ക്രഷ് ചെയ്യണം. ഓക്കെ, ചിക്കൻ നൈസായിട്ട് ക്രഷ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ആഞ്ഞ് പോട്ടെ, അങ്ങനെ തന്നെ. കമോൺ, നിന്നെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും കുനുകുനാന്ന് അരിയാം. കമോൺ, അരിയൂ. കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം എന്താണ് 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 പറ. ഇതെല്ലാം കൂടെ മല്ലിച്ചപ്പും പുതിന കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതൊക്കെ ഇവിടെ മിക്സ് ചെയ്യണം. നമ്മുടെ മസാല, ഈ ഉള്ളി, അതേപോലെ ക്യാരറ്റ്, ഈ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യണം. ഓക്കെ, അടുത്തതായി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്യണം. അതിനുവേണ്ടി സവാള കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത്, നമ്മുടെ ക്യാരറ്റ്, അതേപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ ഈ ബൗൾ പോരാ, ഈ ബൗൾ മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബൗൾ ഇടേണ്ടി വരും. അതെ അതെ, വലിയ ബൗൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിലോട്ട് മാറ്റിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, ചിക്കൻ തിക്കണുണ്ടേ. ഇതിലോട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്യാനുള്ളതാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം, എന്നാലാണ് ഇതിൻ്റെ ഒരു കൂട്ട് റെഡി ആവുള്ളൂ അല്ലേ. ഇതാണ് ഇതിൻ്റെ ഫില്ലിങ്സ്. ഓക്കെ, ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി ഉപ്പ്, കുറച്ച് അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യമൊന്നുമല്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതായത് ഈ ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ഓക്കെ, ഉപ്പ്, കുരുമുളക് ക്രഷ് ചെയ്തത്, ക്രഷ്ഡ് പെപ്പർ, പിന്നെ ഇതിൻ്റെ മെയിൻ സോയ സോസ്. പെട്ടെന്ന് പൊട്ടിച്ച് ഒഴിക്കൂ. സോയ സോസാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, കാശ്മീരി പൗഡർ ഇടണ്ടേ? ഇല്ല, അത് സോസിലോട്ടാണ്. സോസിലോട്ടാണ് കാശ്മീരി പൗഡർ ഇടുന്നത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അറഞ്ചം പുറഞ്ചം മിക്സ് ചെയ്യാം. അറഞ്ചം പുറഞ്ഞ് തിന്നാനുള്ളതാണ്, അതുകൊണ്ട് നന്നായി രീതിയിൽ മിക്സ് ചെയ്യണം. നന്നായിട്ടാണ് മിക്സ് ചെയ്തോട് കേട്ടോ. ഓക്കെ, നല്ല മിക്സ് എന്താണ് ബായ്. ഓക്കെ, നല്ല അറഞ്ചം പുറഞ്ഞും ചെറിയ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ഫ്രൈയിങ് ഉണ്ട്. ആ ഫ്രൈയിങ്ങിൻ്റെ ഒരു സ്മെല്ല്, വാ. അപ്പോൾ നമ്മുടെ എന്താണ് റെഡി ആയത്? ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത സാധനങ്ങൾ അതിനാണ്. ചിക്കനും ഉള്ളിയൊക്കെ ഇതിലിട്ട് മിക്സ് ചെയ്ത സാധനമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം നെക്സ്റ്റ്. ഓക്കെ, ഷെഫ് പറയൂ, എന്താണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമുക്ക് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കണം. പിന്നെ അതേപോലെ ഇതൊക്കെ ഒരു ഉണ്ട ഉണ്ടാക്കണ്ടേ, എന്താണ് അതിന് പറയാ? മാവ് ബോളാക്കിയിട്ട് അത് ഇതാക്കണം. ഓക്കെ, ആ സാധനമാണ് ഇതിലോട്ട് ഫീഡ് ചെയ്യാം. അല്ലല്ല, ഈ സാധനമാണ് അതിലോട്ട് ഫീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ സെറ്റ് ചെയ്യണം. അതിൻ്റെ സോസാണ് നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. സോസ് മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുവേണ്ടി തക്കാളി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച സ്കിന്ന് പീൽ ചെയ്യണം. ഓക്കെ, സ്കിന്ന് പീൽ ചെയ്തിട്ട് നമ്മുടെ ഈ മിക്സിൻ്റെ ജാറിലോട്ട് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് അരക്കണം. ഓക്കെ, നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം ഇതിൽ സ്കിന്ന് കളഞ്ഞിട്ട് നൈസായിട്ട് ടൊമാറ്റോ ഇതിലിടുക. അതേപോലെ നമ്മുടെ മുളകും കാര്യങ്ങളൊക്കെ ഇതിലിടുക. ഓക്കെ, വെളുത്തുള്ളി ഇതിലിട്ട് അതും ഇടുക. ഓക്കെ, ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇത് അരക്കണം. നമ്മുടെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടുണ്ട് അരയ്ക്കുക.
വെച്ചിട്ടുണ്ട്, മിക്സായി നല്ല രീതിയിൽ അരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത് നൈസായിട്ട് ഇതിലോട്ട് പാരുക. ആഹാ, ഒരു ഇച്ചിരി മതി കേട്ടോ. ഇച്ചിരി സുറുക്ക പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സുറുക്കും കൂടെ ജസ്റ്റ് ഇതിലോട്ടാണ് പാരുക. ആവശ്യത്തിനനുസരിച്ച് നല്ല ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കുക. കാശ്മീരി പൊടി ഇച്ചിരി ഇടുക. ടൊമാറ്റോ സോസ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയ സോസ് എന്നല്ല പറയാം. ഓക്കെ, അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, മിക്സ് ചെയ്യുക. ഇനി ഇതിങ്ങനെ തിളച്ചേരണ്ടേ? ഓക്കെ, കുറച്ച് അടിക്കുക. ടേസ്റ്റ് അയ്യവാ, അടിപൊളി കേട്ടോ. സോസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. സെറ്റായി. ഓക്കെ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ബോൾസ് ആക്കി ഒരു ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ചെറിയ ബോൾ ആക്കി എടുക്കണം. നമ്മുടെ മോമോസിൻ്റെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയതിന് ശേഷം ഈ സംഗതി നമ്മളതിൽ ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മളിത് നൈസായിട്ട് ഉരുട്ടിയതിന് ശേഷം ഈ പ്രസ്സിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഇത് മടക്കി നല്ലോണം പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് പരന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ആക്കി കൊടുക്കുക അല്ലേ. എന്നിട്ട് ഈ സാധനം ഈ മസാല എടുത്തിട്ട് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, അധികം ഓവറാകൊണ്ടിരിക്കുക. കുറച്ച് ഇതിൽ ഈ വലുപ്പത്തിനനുസരിച്ച് നിങ്ങളെ അനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മടക്കലാണ് ഒരു ഭംഗി വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഇതിലൊരു സെറ്റ് കിടക്കണം. കണ്ടോ, ഇതാണ് മോമോസിൻ്റെ ഒരു ഭംഗി കൂട്ടണല്ലേ. ഈ ഒരു ആകൃതിയിൽ വരുമ്പോൾ പല ഷേപ്പിലും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ എണ്ണം ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. കണ്ടില്ലേ, ഒരുപാടെണ്ണം ഉണ്ട്. ഇനി ഇത് മൊത്തം നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് വേണം. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാക്കിയിട്ടുണ്ട്, എണ്ണ പറഞ്ഞാൽ ചൂടാക്കിയിട്ടുണ്ട്. ഇത് നൈസായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഓക്കെ, ഇത് ഫ്രൈ ചെയ്യാനും പറ്റും, സ്റ്റീം ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, നൈസായിട്ട് ഇട്ടോ. ഓക്കെ, ഇട്ടോ. ഓക്കെ, 3 ഇങ്ങനെ നല്ല ഞെരുങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ആ സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ആ സോസ് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം മോമോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ലൈക്ക് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളറ് നൈസായിട്ട് ബ്രൗൺ കളറായിട്ട് വരും. ആയി വന്ന് നൈസായിട്ട് അവിടെ ഒന്ന് ആയിട്ടുണ്ട്. നമ്മുടെ മോമോസ് സെറ്റ് ആയിട്ടുണ്ട്. ഓ വാവ്, ഒരുപാട് എണ്ണം സംഭവം സെറ്റ് ആയിട്ടുണ്ട് മോമോസ്. നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മെല്ലെ ഇങ്ങനെ 2 മോമോസിൻ്റെ എടുക്കുക. സോസ് ഉണ്ട് ഇച്ചിരി ഒഴിച്ചതിന് ശേഷം ഈ മോമോസ് എന്താണ് ഇതിലൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. മെല്ലെ ഇതിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അത് ഈ മോമോസിലാണ് മുക്കുക, മെല്ലെ ഇങ്ങനെ കഴിയുക. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.